ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സജഷനെ കുറിച്ചാണ്. എന്താണ് ഓട്ടോ സജഷൻ? നമ്മുടെ മനസ്സിന് സ്വന്തമായി കൊടുക്കുന്ന അഭിപ്രായങ്ങൾ. അതായത് നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ, നമുക്കൊരു വിഷമം, നമുക്കൊരു ടാർഗറ്റ്, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന് വീണ്ടും 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 നമ്മുടെ മനസ്സിനോട് പതിപ്പിക്കുക. അതെവിടെ? കോൺഷ്യസ് മൈൻഡിൽ പറയുന്നതിൻ്റെ കൂടെ സബ് കോൺഷ്യസ് മൈൻഡിലും പറയണം. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? ഉപബോധ മനസ്സ്. അപ്പോൾ നമ്മൾ ഉപബോധ മനസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ട്രാൻസ് മൂഡിലോട്ട് പോകണം. എങ്ങനെ ട്രാൻസ് മൂഡിൽ പോകാൻ പറ്റും? ഒരു റിലാക്സേഷൻ തെറാപ്പിയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതായത് ഒരു മെഡിറ്റേഷൻ, ഒരു നല്ലൊരു ഡീപ്പ് മെഡിറ്റേഷനിൽ കൂടെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് സജഷൻ കൊടുക്കാൻ സാധിക്കും. അതിന് ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ട്രെയിനിങ് എടുത്ത ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് നേടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളൊരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡിൽ പറയുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വിഷമമുണ്ട്. ആ വിഷമങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കാം. അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് അതിന് പകരം നല്ല ഒരു അഭിപ്രായങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ ഈ റിലാക്സേഷൻ തെറാപ്പിയിൽ കൂടി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന് സജഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഡീപ്പായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അതനുസരിച്ച് നമുക്ക് പല ആക്ടിവിറ്റികളിൽ, ഫോർ എക്സാമ്പിൾ എന്താണ്, നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ കോൺസെൻട്രേഷൻ എല്ലാം ശ്രദ്ധ കിട്ടുന്നില്ല, നമുക്കൊരു ഭയങ്കര ഒരു വൈബ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ദുഃഖം അവിടെ കാണുന്നു, ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ വളരെ ഡീപ്പായിട്ട് നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട്ടോ സജഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി കൊടുക്കുന്ന അഭിപ്രായങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്ന അഭിപ്രായങ്ങൾ വളരെ സഹായിക്കും. അതിന് ചെറിയൊരു ട്രെയിനിങ് മാത്രം മതി. അതല്ലാതെ നമുക്ക് അത് വീട്ടിൽ പോയിട്ട് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ പോയി അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത തീരുമാനം നമ്മൾ ഉപബോധ മനസ്സിൽ എടുക്കുന്നു എന്നുള്ളതാണ്. ഉപബോധ മനസ്സെന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിലിംഗ് ഉണ്ട്. എന്നാൽ പെട്ടെന്ന് ഞാൻ പറയാം. നമുക്ക് അവിടെ ഒരു 4 ഹെർട്സ്, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വൈദ്യുതി തരംഗത്തിന് അളക്കുന്ന ഒരു അളവ് പോലാണ് ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 4 ഹെർട്സ് സഞ്ചരിക്കുന്ന ഒരു മൈൻഡാണ്. ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ അതിലൊരു 18 ഹെർട്സ്, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വൈദ്യുതി തരംഗം ബ്രെയിനിൻ്റെ 18 ഹെർട്സ് വരെ പോകും എന്നുള്ളതാണ്. അതായത് നമുക്ക് ശാന്തമായ മനസ്സിൽ, സമാധാനപരമായ മനസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതവിടെ വളരെ സ്ട്രോങ് ആയിട്ട് പതിയുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക് തീർച്ചയായിട്ടും കൂടുകയുമാണ് എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഓട്ടോ സജഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ സപ്പോർട്ട് കൊണ്ട് ഹെറ്ററോ സജഷൻ, അതായത് നമ്മൾ തന്നെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് തന്നെ ടൈം നോക്കിയിട്ട് വേറൊരാളിൻ്റെ സജഷൻ കൂടെ, അതായത് വേറൊരാൾ തരുന്ന സജഷൻ നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.